إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم لتسألن يومئذ عن النعيم. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, അഖില ലോക പരിപാലകനും ജഗനിയന്താവുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ലവരായി പരലോകത്ത് രക്ഷ പ്രാപിക്കുന്നവരായി ദുനിയാവിന്റെ ജീവിതത്തെ ആ ഒരു അർത്ഥത്തിൽ ക്രമപ്പെടുത്തുന്നവരായി ജീവിക്കാൻ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ ജീവിതം എത്രമാത്രം യാഥാർത്ഥ്യമാണോ അതുപോലെ തന്നെ യാഥാർത്ഥ്യമായ ഒരു ലോകമാണ് പരലോകം എന്ന ബോധ്യം. ആ ബോധ്യത്തോടു കൂടി ദുനിയാവിന്റെ ജീവിതത്തെ വളരെ കൃത്യമായി ശരിപ്പെടുത്താൻ കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിശുദ്ധ ഖുർആനിന്റെ 102 അധ്യായം സൂറ അത്തകാസുറിന്റെ 8-ാമത്തെ ആയത്താണ്, അവസാനത്തെ ആയത്താണ് ആമുഖമായി ഓതിവെച്ചത്. മദ്രസയിൽ പോയി തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും സുപരിചിതമാണ് ആ ആയത്ത്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നാണ്. നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നവരാണ് നമ്മളെന്ന ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ അല്ലാഹു നടത്തുന്നത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ളുഹർ നമസ്കാരാനന്തരം, കൃത്യമായി പറഞ്ഞാൽ ഒരു നട്ടുച്ച നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരുവിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പ്രവാചകൻ ഇറങ്ങുകയാണ്. പ്രവാചകൻ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകന്റെ എതിർദിശയിൽ
രണ്ടാളുകൾ കടന്നു വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സഹചാരിയായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകനെതിരായി അവർ വന്ന് സലാം ചൊല്ലി പ്രവാചകൻ അവരോട് കാര്യങ്ങളൊക്കെ കുശലം പറയുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുന്നതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ച ഒരു ചോദ്യം, മല്ലദി അഖറജകുമാ ഫീ ഹാദിഹി സാഅ, ഈ ഒരു നട്ടുച്ച നേരത്ത് എന്താണ് നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ പുറത്തിറക്കിയത് എന്നാണ് പ്രവാചകൻ അവരോട് ചോദിക്കുന്നത്. അവരുടെ മറുപടിയുണ്ട്, വല്ലദി ബഅസക ഫിൽ ഹഖ്, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കളെ അയച്ച അല്ലാഹു തന്നെയാണ് സത്യം. മാ അഖറജ്നാ മിൻ ബുയൂത്തിനാ, ഈ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാനുള്ള കാരണം, അല്ലെങ്കിൽ ഞങ്ങളെ പുറത്തിറക്കിയിട്ടില്ല എന്തല്ലാതെ, ഇല്ലൽ ജൂഅ്, വിശപ്പല്ലാതെ. ഈ നേരത്ത് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടാണ് പ്രവാചകരെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഈ വഴിയിലൂടെ നടന്നു വരുന്നത് എന്ന് പ്രവാചകനോട്. മാത്രമല്ല, പ്രവാചകനോട് തിരിച്ചവരൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, മല്ലദി അഖ്റജക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്താണ് താങ്കളെ ഈ നേരത്ത്, നട്ടുച്ച നേരത്ത് നിങ്ങൾ ഇങ്ങനെ ഈ പൊരിവെയിലത്ത് ഇറങ്ങി നടക്കാനുള്ള കാരണം എന്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും. പ്രവാചകൻ അതിന് നൽകുന്ന മറുപടിയും, മല്ലദി അഖ്റജകുമാ ഹുവല്ലദി അഖ്റജ്, നിങ്ങളെ ഏതൊരു കാര്യമാണോ ഈ സമയത്ത് പുറത്തിറക്കിയതെങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ പ്രയാസമാണ്, അതുകൊണ്ട് ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിയത് എന്ന് പറഞ്ഞ് മൂന്ന് പേരുടെയും ലക്ഷ്യമൊന്നായിരിക്കെ അവർ മൂന്ന് പേരും ഒന്നിച്ചാണ് പിന്നീട് തുടർന്നുള്ള യാത്ര. അങ്ങനെ അവരിങ്ങനെ നടന്നു പോകുമ്പോഴാണ് മഹാനായ അബുൽ ഹസൻ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അടുക്കലെത്തുകയാണ്. വീടിന്റെ അടുക്കലെത്തുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നുണ്ട്, ഹാദാ ബൈത്തു സാഹിബുക്കും, ഇത് നിങ്ങളുടെ കൂട്ടുകാരന്റെ വീടല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, അവരവിടെ കയറുകയാണ്. വാതിലിൽ മുട്ടി, ഭാര്യയാണ് വാതിൽ തുറന്നു കൊടുത്തത്. മാത്രമല്ല, അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു വെള്ളത്തിന് പോയതാണ്, അതുകൊണ്ട് കേറിയിരിക്കണം എന്ന് പറഞ്ഞ് അവരെ മൂന്ന് പേരെയും തങ്ങളുടെ വീട്ടിലേക്ക് കയറ്റിയിരുത്തുകയാണ്. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകനും അതുപോലെ തന്നെ ആദിത്യ മര്യാദ അനുസരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും പാല് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാല് കുടിച്ച് അവരവിടെ നിന്ന് പോരാൻ ഇറങ്ങുന്ന സമയത്ത് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു നിർബന്ധിക്കുകയാണ്. എന്തിനാണ് നിർബന്ധിക്കുന്നത്? ഈ ഒരു അവസരം എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പോവരുത് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി, അവർക്ക് വേണ്ടി ആടിനെ അറുത്തുകൊണ്ട് സൽക്കാരം ഉണ്ടാക്കുകയാണ്. മാത്രമല്ല, ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് അല്പം ഭക്ഷണം മാറ്റിവെക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആർക്കാണ് പ്രവാചകരെ ഈ ഭക്ഷണം മാറ്റിവെക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. അവര് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ച അവര് മൂന്ന് പേരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങുന്ന നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും ചോദിക്കുന്ന ഒരു ചോദ്യം, മാദാ തറൗന, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ്.
അവരതിന് നൽകുന്ന മറുപടി, നാം വിശന്നു വന്നു, ഭക്ഷണം കഴിച്ചിറങ്ങി എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുമ്പിൽ പാരായണം ചെയ്ത ഒരു ആയത്താണ് സൂറത്ത് തകാസുറിന്റെ 8-ാമത്തെ ആയത്ത്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമുക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് അള്ളാഹുവിനോട് കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ എത്ര സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. സുഭിക്ഷമായി ഇന്ന് നേരം പുലർന്ന് എത്ര നേരം ഞാനും നിങ്ങളുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നൽകിയ നാഥന്റെ നാമത്തിൽ നിങ്ങൾ ആരംഭിക്കണം എന്ന് പഠിപ്പിച്ചുവെങ്കിൽ നമ്മളിൽ എത്ര ആളുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ആ നാഥനെ ഓർത്തുകൊണ്ട് അത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന വിചാരത്തോടു കൂടി ആ ഭക്ഷണം കഴിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട് എന്നതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ, വയറ് നിറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറന്നുപോയവരാ നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഓർമ്മപ്പെടുത്തുന്നത് വിശന്ന് വയറൊട്ടി ആ അവസാനം അല്ലെങ്കിൽ വിശപ്പ് സഹിക്കവയ്യാതെ തങ്ങളുടെ സഹോദരന്റെ വീട്ടിൽ കയറി അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം, വിശപ്പിന് ശമനം നൽകാവുന്ന തരത്തിൽ ഭക്ഷണം ലഭ്യമായപ്പോ അവരോട് ചോദിക്കുന്നത് ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, അള്ളാന്റെ എന്തെല്ലാം അനുഗ്രഹങ്ങളാ ഞാനും നിങ്ങളുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ മാത്രം നേരം വെളുത്ത് ഈ സമയമാകുമ്പോഴേക്ക് എത്രയെല്ലാം അനുഗ്രഹങ്ങൾ ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെത് നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിയിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത്. അതിന്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ നമുക്ക് പറ്റണം. അതിന്റെ ഏറ്റവും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു പരാമർശമാണ്. തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാനും നിങ്ങളും എത്ര നന്ദി കാണിച്ചിട്ടുണ്ട് എന്നത് ഒന്ന് കൃത്യമായി ആലോചിക്കണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ഗൈഫാർ ഗോത്രത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അവർ വന്ന ആവശ്യം എന്താണ്? അവർ വന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ സംഘം പ്രവാചകനോട് സംസാരിച്ച് രാത്രിയായപ്പോ ആ സംഘത്തിലെ പല ആളുകളെയും സഹാബികൾ ഓരോരുത്തരായി കൊണ്ടുപോയി. ഒരാൾ മാത്രം അവിടെ ബാക്കിയാവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തന്നോടൊപ്പം കൂട്ടി തന്റെ വീട്ടിലേക്ക് അതിഥിയായി കൊണ്ടുപോകുന്നുണ്ട്. ആ അതിഥിയായി കൊണ്ടുപോകുന്ന മനുഷ്യൻ പ്രവാചകന്റെ വീട്ടിലെത്തുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു കാര്യം ശജ്ജിബിനി എന്നാണ്. നീ എന്നെ കുടിപ്പിക്കണം, എനിക്ക് ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ഭക്ഷണം നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട പത്നി ഉമ്മുൽ ഐമൻ റളിയല്ലാഹു അൻഹയോട് ഒരു ഗ്ലാസ് പാല് കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ആ പാൽ അങ്ങനെ കുടിച്ച് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെട്ടത് 6 പ്രാവശ്യം 7 ഗ്ലാസ് പാല് അദ്ദേഹം കുടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആശ്വാസം വന്നത്, വിശപ്പിന് ഒരു ശമനം വന്നത്. കിടക്കാൻ നേരം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എന്തൊരു വിശപ്പാണ് ആ മനുഷ്യന്. അജാ അല്ലാഹു അല്ലദീ അജാ റസൂലഹു റസൂലിന്റെ ഓഹരി കൂടി, പ്രവാചകരെ താങ്കൾക്കുള്ള ഓഹരി കൂടി അദ്ദേഹം ഇല്ലാതാക്കിയല്ലോ എന്ന് പറയുന്നുണ്ട്. 4-5 ദിവസം
ആ സംഘം അദ്ദേഹത്തിന്റെ കൂടെ, പ്രവാചകന്റെ കൂടെ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ കൂടുകയാണ്. അങ്ങനെ അവസാന ദിവസം, 5-ാമത്തെ ദിവസം അവർ പോകുന്ന ദിവസവും ഇതേ മനുഷ്യൻ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുള്ളത്. ഓരോ ദിവസവും ഓരോരുത്തരുടെ കൂടെ പോയി. അവസാന ദിവസവും പ്രവാചകന് കിട്ടിയത് ആദ്യത്തെ ദിവസം കിട്ടിയ ഈ സഹോദരനെ തന്നെയാണ്. അദ്ദേഹത്തിന് പാല് കൊടുത്തു. അടുത്ത ഗ്ലാസ്, കഴിഞ്ഞ പ്രാവശ്യം 7 ഗ്ലാസ് പാല അദ്ദേഹം കുടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2-ാമത്തെ ഗ്ലാസ് പാലെടുക്കാൻ വേണ്ടി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പോകുന്ന സമയത്ത് അയാൾ പറഞ്ഞു, എനിക്ക് മതിയായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അലൈസ ലൈഫുനാ യാ റസൂലല്ലാഹ്, കഴിഞ്ഞ ദിവസം വന്ന ആ 7 ഗ്ലാസ് പാല് കുടിച്ച മനുഷ്യൻ തന്നെയല്ലേ പ്രവാചകരെ ഇന്ന് നമ്മുടെ അതിഥി? അതുകൊണ്ട് എന്താ അദ്ദേഹം ഒരു ഗ്ലാസ് പാലിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണം തീർത്തുപോയത് എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന ഒരു മറുപടി ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹു അക്കല ഫീ മിആഇ മുഅ്മിനിൻ അല്ലൈൽ, ഇന്നത്തെ രാത്രി അദ്ദേഹം കഴിച്ച ഭക്ഷണം ഒരു മുഅ്മിനിന്റെ ആമാശയത്തിന്റെ ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ചത് എന്നതാണ്. വഅക്കല ഖബ്ല ദാലിക ഫീ മിആഇ കാഫിർ, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വന്ന ദിവസം അദ്ദേഹം കഴിച്ചത് ഒരു കാഫിറിന്റെ ആമാശയവുമായിട്ടാണ് അദ്ദേഹം കഴിച്ചത്. എന്നിട്ട് പറഞ്ഞു, വൽ കാഫിറു യഅകുലു ഫീ സബ്അതി അംആഇൻ, ഒരു അവിശ്വാസിയായ മനുഷ്യൻ 7 ആമാശയം വെച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. വൽ മുഅ്മിനു ഫീ മിആഇൻ വാഹിദ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരൊറ്റ ആമാശയം കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ 2-ാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചത് എന്താ? വിശ്വാസി അവന്റെ ഭക്ഷണത്തിൽ, ആ ഭക്ഷണം കഴിക്കുന്നതിൽ വലിച്ചു വാരി തിന്നുന്നവനല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാരാ ചെയ്യുക? അത് ചെയ്യുന്നത് വിശ്വാസിയല്ല, മുഅ്മിനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തരാം. നാം നിസ്സാരമായി കാണുന്ന ആഹാരത്തെ കുറിച്ച് പോലും 2 കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒന്ന്, ആഹാരം എന്ന് പറയുന്നത് മഹത്തായ അല്ലാഹുവിന്റെ ഒരു നിഅമത്താണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമത്തി അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ ഫലം തർജിഉ ഹത്താ അസബ്തും ഹാദാ ഫഹാദാ മിനൻ നഈം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞ ഒരു കാര്യം എന്താണ്? അലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ. അവർ ഭക്ഷണം കഴിച്ചത് വയറ് നിറച്ച് ഏമ്പക്കം വിടാൻ മാത്രമൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. വിശപ്പ് മാറാനുള്ള ഭക്ഷണം മാത്രം. ആ ഭക്ഷണം കഴിച്ചിറങ്ങുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും പ്രവാചകൻ പറഞ്ഞത്, ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ, നാളെ ഇതിനെ സംബന്ധിച്ച് പരലോകത്ത് പടച്ച റബ്ബ് ഖിയാമത്ത് നാളില് നമ്മളോട് ചോദിക്കും എന്നതാണ്. കാരണം അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ, നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വന്നത് വിശപ്പുമായിട്ടാണ്. എന്നാൽ ഫലം തർജിഉ ഹത്താ അസബ്തും ഹാദാ, നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ആ വിശപ്പ് മാറിയിട്ടാ പോകുന്നത്. ഫഹാദാ മിനൻ നഈം, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആരാ നമുക്ക് ഭക്ഷണം നൽകുന്നത്? അല്ലാഹു ആണ് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ എന്നാണ്. അല്ലാഹു ഈ ലോകത്തെ സൃഷ്ടിച്ച മുഴുവൻ ആളുകൾക്കും, മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും, ജന്തുജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം അല്ലാഹു ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. 2014 ഭക്ഷ്യവിഭവ സർവേ ഉണ്ട്. ആ ഭക്ഷ്യവിഭവ സർവേയിൽ കണ്ടെത്തിയ കാര്യം 600 കോടി ജനങ്ങൾക്ക്, മനുഷ്യർക്ക് 3000 കോടി മനുഷ്യർക്ക് ആവശ്യമായ ഉപജീവനം അല്ലാഹു ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. 600 കോടി മനുഷ്യന്മാരാണെങ്കിൽ 3000 കോടി മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനം അല്ലാഹു ഈ ലോകത്ത്, അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ എന്തേ പ്രശ്നം? അത് പല ആളുകളിലും അടിഞ്ഞുകൂടി കിടക്കുന്നു എന്നതാണ്.
അത് എത്തിക്കേണ്ട ആളുകളിലേക്ക് അത് എത്തുന്നില്ല. അതുകൊണ്ടാണ് ലോകത്ത് ഇന്ന് ഗസ പട്ടിണി മരണങ്ങളുടെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയത്. നമ്മുടെ അടുത്ത് ഭക്ഷണമുണ്ട്, എത്തിക്കാൻ സംവിധാനങ്ങൾ നമ്മൾ ആലോചിച്ചോ? ഇല്ലല്ലോ. അത് അവരുടെ കാര്യമായി. നമുക്ക് നമ്മളിലേക്ക് വരുമ്പോ മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമായി. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഗസയിൽ ഒരു ഖുത്ബ നടത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരൊറ്റ വാക്ക മിമ്പറിൽ നിന്നുകൊണ്ട് ഖതീബ് പറഞ്ഞത്, വിശപ്പ് കൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, വിശപ്പ് കൊണ്ടൊന്നും നിങ്ങൾക്ക് കേൾക്കാനും കഴിയില്ല, അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം. ഇതാ ഏറ്റവും ചെറിയ ഖുത്ബ. പ്രിയപ്പെട്ടവരെ, ആ ലോകത്താ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാ നമ്മള്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനോട് നന്ദി കാണിച്ചുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാർത്ഥന കൊണ്ടുപോലും പലപ്പോഴും സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ, മാനസികമായ അവസ്ഥയിലേക്ക്, അതേപോലെ തന്നെ ധൂർത്തും ആഡംബരങ്ങളും ആഭാസങ്ങളുമായി ദുനിയാവിന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് അനുഭവിച്ചു പോകുന്നവരാ നമ്മൾ. ഞാൻ ഈ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചല്ല പറയുന്നത്, നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലേ? ഭക്ഷണം അള്ളാഹു ഇവിടെ എല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്നാണ്. ഭൂമിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 6 ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ 6 ദിവസങ്ങളിലായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിൽ അള്ളാഹു എടുത്തു പറഞ്ഞത് ആകാശഭൂമികളെ 2 ദിവസം കൊണ്ട് 2 ഘട്ടമായി അള്ളാഹു സൃഷ്ടിച്ചു. എന്നിട്ടോ വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. വിശുദ്ധ ഖുർആൻ സൂറ ഫുസ്സിലത്തിന്റെ 10ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി തരിക, വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ. എന്നിട്ട് ആ ഭൂമിയെ ചെരിഞ്ഞു പോവാതിരിക്കാൻ, ചാഞ്ഞു പോവാതിരിക്കാൻ അതിൽ മലകളെ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. മാത്രമല്ല വബാറക ഫീഹാ, അതിൽ ആ ദുനിയാവിന്റെ ജീവിതത്തിൽ അവൻ അഭിവൃദ്ധി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. വഖദ്ദറ ഫീഹാ അഖ്വാതഹാ, അതേപോലെ തന്നെ അതിലെ ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരപാനീയങ്ങൾ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഫി 4 അയ്യാമിൻ, 4 ഘട്ടങ്ങളായി, 4 ദിവസങ്ങളായി, സവാഅൽ ലിസ്സായിലീൻ, ആവശ്യപ്പെടുന്നവർക്ക് ശരിയായ അനുപാതത്തിൽ നൽകുവാൻ വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു ഇവിടെ ഭക്ഷണം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ആ ഭക്ഷണം പലപ്പോഴും പിന്നെ എങ്ങനെ പട്ടിണി ഉണ്ടാവുന്നു എന്നത് മറ്റൊരുത്തന് ആവശ്യമുള്ള ഭക്ഷണത്തെ പിടിച്ചു വെച്ചത് കൊണ്ടാണ് എന്നതാണ്. അതാണ് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മിതത്വം ഉണ്ടാകണം. ഭക്ഷണം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അവൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ആസ്വദിക്കുമ്പോ ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത് ഭക്ഷണം കഴിക്കാനും, കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കാനും, അത് നൽകിയ ആ രക്ഷിതാവിനോട് നന്ദി കാണിക്കുവാനും നമുക്ക് സാധ്യമാകണമെന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ഈ ഒരു ഖുത്ബയുടെ രക്തചുരുക്കമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, ആമാശയത്തിന് ഇസ്ലാമും കുഫറുമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആമാശയത്തിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ, അള്ളാഹു പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുക. ആമാശയത്തിന്റെ കുഫർ എന്ന് പറയുന്നത് എന്താ? ആമാശയത്തിന്റെ കുഫർ എന്ന് പറയുന്നത് വാരി വലിച്ച്, അല്ലേ, എത്രയാണോ അങ്ങനെയാണല്ലോ വെട്ട് എന്നാ പറയാ. നമ്മുടെ നാട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരു കല്യാണമുണ്ട് എന്ന് പറയുന്നതിന് പകരം, ഒരു സൽക്കാരുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇന്നൊരു വെട്ടുണ്ട് എന്ന് പറയാൻ. വെട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആലോചിക്കണം എന്നതാണ്. കുടുംബത്തിൽ, വീട്ടിൽ, മക്കളിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ആലോചിക്കാം, നന്ദി കാണിച്ചോ എന്നതാണ്, മര്യാദകൾ പാലിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്, അർഹമായവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതാണ് പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടത്. അള്ളാഹു തന്ന ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട്, അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അവൻ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ.
وعلى آله وصحبه أجمعين أما بعد. വളരെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒന്നുകൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ലവരായി ജീവിതത്തെ ക്രമപ്പെടുത്തേണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അവൻ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന ഒറ്റ വസിയത്താണ് സൂചിപ്പിക്കാനുള്ളത്. ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ഭക്ഷണം മാത്രമൊന്നുമല്ല. ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞത്, ഒന്ന്, നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് ഇല്ലാത്ത ആളുകളിലേക്ക് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള റബ്ബിനെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ സ്തുതിക്കുക എന്നതാണ്. നമ്മളൊക്കെ എന്താ പാട് അല്ലെങ്കിൽ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളൊക്കെ നൽകുന്ന ഒരു മറുപടി കുഴപ്പമില്ല, അങ്ങനെ പോണു എന്നല്ല, മറിച്ച് പറയേണ്ടത് അൽഹംദുലില്ലാഹ്, അല്ലാഹ്ക്കാണ് സ്തുതി. അത് അൽഹംദുലില്ലാഹ് എന്നുള്ള അറബി വാക്കാവുകയെന്നല്ല. അതെങ്ങനെ പറഞ്ഞാലും മനസ്സറിഞ്ഞുകൊണ്ട് പറയുക, മനസ്സ് തട്ടി പറയുക, അൽഹംദുലില്ലാഹ് ഖൈറാണ് അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും ഞാൻ നന്ദി പറയേണ്ടവൻ അത് അള്ളാഹുവാണ്. കാരണം അള്ളാഹു എനിക്ക് ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളിങ്ങനെ എണ്ണി നോക്കി നമുക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ അല്ലേ. ഇപ്പൊ ഗസയിലെ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു അവസ്ഥയൊന്നും അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലല്ലോ, പരീക്ഷിച്ചിട്ടില്ല. പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ കൂടപ്പിറപ്പാകുമ്പോഴാണ് നമ്മുടെ ഈമാനിനെ മാറ്റുരക്കാൻ കഴിയുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വേവലാതി പറഞ്ഞത്. കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ തീർന്നു പോയല്ലോ പ്രവാചകരെ, അതുകൊണ്ട് തന്നെ ഞങ്ങളോടുള്ള സ്നേഹം അള്ളാഹുവിന് കുറഞ്ഞോ എന്ന സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് പരാതിപ്പെട്ട സഹാബത്ത്, ആ സഹാബത്ത് പോകുന്ന സ്വർഗത്തിനാ ഞാനും നിങ്ങളും പോകാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് ഭക്ഷണം, പലപ്പോഴും കല്യാണങ്ങൾ അല്ലെ, കല്യാണങ്ങളിൽ ദൂർത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വല്ലാതെ ഉണ്ട് എന്നതാണ്. അനാവശ്യമായ ഭക്ഷണം ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണമല്ല. അടുത്ത് ഒരാൾക്കുള്ള ഒരു ഭക്ഷണം 5000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു കല്യാണത്തിൽ ഒരാൾക്കുള്ള ഒരു ഭക്ഷണത്തിന്റെ കണക്ക് കേട്ടത് 3350 രൂപയുടെ മെനുവാണ് ഒരാൾക്കുള്ള ഭക്ഷണം എന്നതാണ്. എവിടെ നമ്മൾ നിൽക്കുന്നത്? അവിടേക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാവേണ്ടതില്ലേ? ഒരു മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കണം, അത് പലതാവണമെന്നൊന്നുമില്ല അല്ലേ. നമ്മൾ ആലോചിക്കുക, ഇത് ഇങ്ങനെ ഖുത്ബി പറയാനോ കേൾക്കാനോ എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അല്ലേ മാതൃക കാണിക്കാനുള്ളതാണ്. നമ്മൾ മാതൃകയാവണം എന്നാണ് സൂചിപ്പിക്കുക. നമ്മുടെ വിവാഹം, വീട്ടിൽ നടക്കുന്ന നമ്മുടെ മക്കളുടെ വിവാഹങ്ങളിൽ ഒരു മാതൃക ഉണ്ടാവണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മിതമായ ഭക്ഷണം, അതേപോലെ തന്നെ അതിലുള്ള കാര്യങ്ങൾ അല്ലെ. ഇപ്പോ പലപ്പോഴും കല്യാണങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാന്ന് വെച്ചാല് ഖതീബ് നിക്കാഹിന്റെ ഖുതുബ കഴിഞ്ഞാൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അത് പലപ്പോഴും വീഡിയോഗ്രാഫർമാരാണ്. അവർക്കനുസരിച്ചുകൊണ്ട് തുള്ള നമ്മുടെ മക്കളെ അല്ലെ കെട്ടിപ്പിടിക്കലും, അതേപോലെ തന്നെ അവരുടെ ഏകാന്തതയിൽ അവരുടെ റൂമുകളിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ ആളുകൾ തിങ്ങി നിൽക്കുമ്പോ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യലും അതുപോലെയുള്ള കാര്യങ്ങളും കയ്യുമിട്ട് കറക്കലും അല്ലെ, ഇതൊക്കെ ഇങ്ങനെ മറ്റൊരു പറയാ അങ്ങനെ തുള്ളുന്ന പാവകളായി അവിടെ മാറ്റണ്ടാവണം. ആ കല്യാണം കണ്ട ആളുകൾ പറയണം, ഒരു മുജാഹിദ് മഹല്ലിൽ നടക്കുന്ന കല്യാണങ്ങൾ മാതൃകാപരമാവണം. കാരണം അത്ര ഇസ്സത്തുള്ളവരാ നമ്മള്. ആ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കണം. കല്യാണം എന്ന് പറഞ്ഞിട്ട് മാമാങ്കങ്ങൾ നടത്തുകയല്ല, മാതൃകയാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം.
കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായി ഉണ്ട് എന്നതുകൊണ്ട് എല്ലാം ആവാം എന്നാണ് അല്ലെ പലപ്പോഴും. അതേപോലെ തന്നെ വസ്ത്രം 60,000-വും 70,000-വും കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചാൽ അത്ര വില കൂടിയ വസ്ത്രങ്ങളാ ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നത്. കല്യാണല്ലേ, അത് കഴിഞ്ഞാലോ? അവിടേക്കൊന്ന് നമ്മളിലേക്ക് തിരിഞ്ഞു നിന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എന്റെ മതം, എന്റെ പ്രവാചകൻ, അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് നോക്കാനാ. നിനക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാളെ പരലോകത്ത് പടച്ചവനോട് മറുപടി പറയേണ്ടി വരൂട്ടോ അല്ലെ. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ ഒരു അർത്ഥത്തിൽ നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും കാരുണ്യവാനായ നാഥൻ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ, അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട പലരും പലവിധ രോഗങ്ങളാൽ വീട്ടിലും അതേപോലെ തന്നെ ഹോസ്പിറ്റലിലും ഒക്കെയായി കഴിയുന്ന ആളുകളാണ്. നാഥാ, അവരുടെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫ നൽകി കൂടുതൽ ആരോഗ്യത്തോടു കൂടി ഞങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടാൻ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും പ്രകൃതിയുടെ കെടുതികളിൽ നിന്നുമെല്ലാം നാഥ നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട പലരും നിന്റെ വിളിക്കുത്തരം നൽകി നിന്റെ സന്നിധാനത്തിലേക്ക് വന്നവരാണ്. അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഇണകളുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, ആദർശ ബന്ധുക്കളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാന നേതാക്കളുണ്ട്. നാഥാ, അവർക്ക് നീ പുറത്തു കൊടുക്കുകയും അവർ ചെയ്ത നന്മകളെ നീ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അവരുടെ ഖബറിനെ നീ വിശാലമാക്കി നൽകണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم ثبت أقدامهم. اللهم اكشف الضر عن إخواننا في فلسطين. اللهم اشفي جرحاهم. اللهم تقبل شهداءهم. اللهم إنهم جوعى فأطعمهم. اللهم إنهم جوعى فأطعمهم. اللهم إنهم جوعى فأطعمهم. اللهم إنهم مظلومون فانصرهم يا رب العالمين. اللهم دمر الجيش الصهيوني. اللهم دمر الجيش الصهيوني. اللهم دمر الجيش الصهيوني. اللهم أنزل عليهم عذابك. اللهم ألعنهم لعنا كبيرا. اللهم شتت شملهم وفرق جمعهم. اللهم اجعل بيوتهم عليهم ردما. اللهم اجعل قنابلهم عليهم دمدما. اللهم حدد المسجد الأقصى من دنس اليهود يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين 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 برحمتك يا أرحم الراحمين.